السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുവിനോടും അവിടുത്തെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള സ്നേഹം നമുക്ക് രൂഢമൂലമാക്കി തരുമാറാവട്ടെ. ആ സ്നേഹം കൊണ്ട് അല്ലാഹു തആല രണ്ട് ലോകത്തും വിജയിക്കാൻ നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മസ്ജിദ് നമുക്കറിയാം. ലോകത്ത് ഏറ്റവും മഹത്തായ 3 പവിത്ര പള്ളികളിൽ രണ്ടാമത്തെ സ്ഥാനം ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ശരീരം ഹുജറത്ത് ഷരീഫയിൽ വെച്ചതു മുതൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമുള്ള സ്ഥലം ആ സ്ഥലമാണെന്ന് നമുക്കറിയാം. മദീന പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പണി കഴിപ്പിക്കുകയും സ്വഹാബത്തുൽ കിറാം എല്ലാം മറന്നുകൊണ്ട് അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള പള്ളിയാണ് മദീന പള്ളി. അള്ളാഹുവിൻ്റെ ഹബീബ് വിശുദ്ധമായ മദീന പലായനം നടത്തിയപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ മദീന പള്ളിയുടെ പണി കഴിയുന്നത് വരെയാണ് താമസിച്ചത്. അതിനുശേഷം താമസം പള്ളിയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരുടെ ഹുജറകളിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. ഏറിയ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത് ആ വിശുദ്ധമായ ഗേഹത്തിലാണ്. ആ ഗേഹത്തിൻ്റെ പവിത്രതയുടെ കൂട്ടത്തിൽ അതിൻ്റെ തൂണുകൾക്ക് വലിയ മഹത്വം മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. മസ്ജിദ് നബിയിലെ എല്ലാ തൂണുകൾക്കും പ്രത്യേകതയുണ്ട്. പ്രമുഖ സ്വഹാബിമാർ അവക്കരികെ നിസ്കരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, പ്രമുഖരായ സ്വഹാബിമാർ മഗ്രിബ് സമയത്ത് തൂണുകളുടെ സമീപത്തേക്ക് ധൃതിയിൽ നീങ്ങുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൂണുകൾക്ക് പ്രത്യേകതയുള്ളത് കൊണ്ടാണ് ഉസ്മാനിയ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അബ്ദുൽ മജീദ് ഒന്നാമൻ മസ്ജിദ് നബിയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ അന്നത്തെ നിർമ്മാതാവ് സ്വാലിഹ് അഫന്തി തൂണുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടി ചില തൂണുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ അതിശക്തമായി അതിനെ എതിർക്കുകയായിരുന്നു. കാരണം സഹാബിമാർ അവയുടെ സമീപം നിസ്കരിച്ചിരുന്നു എന്ന് അതിനവർ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയും ഈ പരാതി സുൽത്താനെ നേരിട്ടറിയിക്കുകയും അപ്പോൾ അദ്ദേഹം പഴയ പ്ലാനിൽ തന്നെ നിർമ്മാണം നടത്തുവാൻ ഉത്തരവിടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത് ശ്രേഷ്ഠമായ ചിഹ്നങ്ങൾ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അവശേഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ് അവർ കണ്ടിരുന്ന തെളിവ്. ചരിത്രകാരന്മാരിൽ അവയിൽ 8 എണ്ണത്തിന് വലിയ മഹത്വം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉസ്തുവാന മുഹല്ലഖ എന്ന് പറയുന്ന കിബിലയുടെ ഭാഗത്തായി തിരുനബിയുടെ മിഹ്റാബിൻ്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന തൂണാണ് അതിൽ ഒന്നാമത്തെ തൂണ്. തിരുമേനിയോട് സ്നേഹവായ്പ കാണിച്ച ഈത്തപ്പന തടി ആ തൂണിൻ്റെ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. മിമ്പർ നിർമ്മിക്കും മുമ്പ് തിരുമേനി ആ ഈത്തപ്പന തടിയെ അവലംബിക്കാറുണ്ടായിരുന്നു, അതിലേക്ക് തിരിഞ്ഞു ഫർള് നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേത് ഉസ്തുവാന ആയിഷ. ഇത് റൗള ഷരീഫയുടെ മധ്യത്തിലാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല, കിബിലയുടെ ഭാഗത്തു നിന്ന്, ഖബറിൻ്റെ ഭാഗത്തു നിന്നും, മിമ്പറിൻ്റെ ഭാഗത്തു നിന്നും മൂന്നാമത്തെ തൂണാണിത്. ഈ തൂണിന് വലിയ മഹത്വമുണ്ട്. ഉസ്തുവാന തൗബ, ഇതിന് ഉസ്തുവാന അബി ലുബാബ എന്നും പേരുണ്ട്. ഇത് ഖബറിൻ്റെ രണ്ടാമത്തെയും കിബിലയിൽ നിന്ന് ഒന്നാമത്തെയും മിമ്പറിൽ നിന്ന് നാലാമത്തെയും തൂണാണ്.
ഉസ്തുവാന സരീർ ഇത് ഹുജറ ഷരീഫയോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് ഉസ്തുവാന തൗബയുടെ കിഴക്ക് വശത്തായി ജാലകത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോൾ അവിടുത്തെ കട്ടിൽ ഇവിടെ വെക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. അടുത്തത് ഉസ്തുവാന മഹിരീസ്. ഇത് വടക്ക് വശത്ത് ഉസ്തുവാന സരീറിന്റെ പിന്നിലായി ജാലകത്തോട് ചേർന്ന് കിടക്കുന്ന തൂണാണ്. നബി നിസ്കരിക്കുന്നതിന് ആയിഷ റളിയല്ലാഹു വീട്ടിൽ നിന്ന് റൗദയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്ന ചെറുവാതിലിന്റെ നേരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സല്ലല്ലാഹു കാവൽക്കാരനായ അലി റളിയല്ലാഹു ഈ തൂണിനരികെ ഇരിക്കാറുണ്ടായിരുന്നു. ആറാമത്തെ ഉസ്തുവാന വുഫൂദ്. ഉസ്തുവാന മഹിരിസിന്റെ പിന്നിലായി ജാലകത്തോട് ചേർന്ന് നിൽക്കുന്ന തൂണാണിത്. അറബി നിവേദക സംഘങ്ങളെ സ്വീകരിക്കുവാനായി മുത്തുനബി ഈ തൂണിന്റെ സമീപത്തായിരുന്നു, ഈ തൂണിൽ ചാരിയായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. ഉസ്തുവാന സരീർ, ഉസ്തുവാന മഹിരീസ്, ഉസ്തുവാന വുഫൂദ് ഇവയെല്ലാം ചതുരാകൃതിയിലുള്ള തൂണുകളാണ്. ഹുജറ ഷരീഫയുടെ ചുമരിനോട് ചേർന്നാണ് ഇവ നിലകൊള്ളുന്നത്. മാത്രമല്ല ഹുജറയുടെ പടിഞ്ഞാറേ ജാലകം ഇവയിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുമുണ്ട്. ഏഴാമത്തെ തൂണ് ഉസ്തുവാന മുറബ്ബഅത്തിൽ ഖബർ. ഉസ്തുവാന വുഫൂദിന്റെ നിരയിൽ ഹുജറ ഷരീഫിലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയിൽ അതിൻ്റെ പടിഞ്ഞാറേ ഭാഗം വടക്കോട്ട് തിരിയുന്ന വക്രതലത്ത് ആ വളഞ്ഞ സ്ഥലത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഉസ്തുവാന തഹജ്ജുദ്. ഫാത്തിമ റളിയല്ലാഹു വീടിന് പിന്നിലായി വടക്ക് വശത്താണ് ഈ തൂൺ സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവൻ്റെ ഇടതുവശത്താണ് ബാബു ജിബിരിയിൽ എന്ന കവാടം. ഇതിൻ്റെ ചുറ്റുമായി ഇടതും വലതും അതിനോട് ചേർന്നുകൊണ്ട് ഹുജറ ഷരീഫയെയും ഫാത്തിമ ബീവിയുടെ വീടിനെയും വലയം ചെയ്യുന്ന ജാലകം നിലകൊള്ളുന്നു. അതിൽ ഒരു മിഹ്റാബ് ഉണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ഥലമായിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലിയ മഹത്വമുള്ള ഈ തൂണുകളുടെ മഹത്വം കൈവരിക്കാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തിനും മഹത്വമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ത്വര്യപ്പെടുത്തുന്നതാണ്. അല്ലാഹു എല്ലാ മഹത്വമുള്ള സ്ഥലത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് വിശുദ്ധമായ മദീന മുനവ്വറയിൽ തലയുയർത്തി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് പണി ചെയ്തിട്ടുള്ള ആ വിശുദ്ധ ഗേഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവും മറ്റെല്ലാ വിഷയത്തിനും അള്ളാഹു പരിഹാരം നൽകി രണ്ട് ലോകത്തും വിജയം വരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.